ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ലൊരു നൂഡിൽസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ സാധാ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന മാഗി ഇല്ലേ, ആ മാഗിയാണ് കേട്ടോ. അതിനകത്താണ് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാഗി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ അത് എല്ലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി അങ്ങ് വേണ്ട. നമ്മൾ മാഗി മസാലയിൽ ഉപ്പുള്ളതിനാൽ ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ട് നമുക്ക് ചിക്കനിൽ പിടിക്കാനായിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവാനായിട്ട് നമ്മൾ അഡീഷണൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാള വഴറ്റിയിട്ട് ചിക്കൻ ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അതിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ചിക്കൻ ഒരു 5 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടിക്കോളും. ഇനി അതിലേക്ക് നമുക്കൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് എരിവിനാവശ്യമായിട്ട് 1-2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് തന്നെ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മാഗി വേവാൻ ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മാഗി റോളില്ല അത് ഇട്ട് കൊടുത്ത് നമ്മൾ സാധാ മാഗി കുക്ക് ചെയ്യൂലേ, അതേ കണക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ പറ്റി മാഗി കുക്കായി വരുന്ന സമയത്ത് നമുക്ക് മാഗി മസാലയില്ലേ അതിട്ട് കൊടുക്കാം. ഞാൻ 2 റോള് മാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാക്കറ്റ് മാഗി മസാല പൊട്ടിച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ പറ്റി നൂഡിൽസ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒത്തിരി ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കറി വയ്ക്കാനൊക്കെ വാങ്ങുന്നത് 2 പീസ് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചാൽ മതിയാകും. ചെറിയ പീസുകളാക്കി വേവിച്ച് ഇതേ കണക്ക് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ കണക്ക് ഇഷ്ടമാകും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാൻ മറക്കല്ലേ.